കോട്ടയം അയർക്കുന്നത്ത് ദൃശ്യം മോഡൽ കൊലപാതകം. പോലീസിന് തോന്നിയ ചില സംശയങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് പശ്ചിമ ബംഗാൾ സ്വദേശി അൽപ്പനയെ കൊലപ്പെടുത്തിയ കേസിന്റെ ചുരുളഴിച്ചത്. സംശയത്തെ തുടർന്ന് ഭർത്താവ് സോണി യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. അയർക്കുന്നം എളപ്പാനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്താണ് മൃതദേഹം കുഴിച്ചു മൂടിയത്. ഈ വീട്ടിൽ ആളില്ലായിരുന്ന സമയത്താണ് കൊലപാതകം നടന്നതെന്നും പിന്നീട് അവിടെ കുഴിയെടുത്ത് മൃതദേഹം തള്ളുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. സംഭവത്തിന് ശേഷം മക്കളുമായി ട്രെയിനിൽ രക്ഷപ്പെടാനുള്ള നീക്കത്തിനിടെ എറണാകുളത്ത് വെച്ചാണ് സോണിയെ പിടികൂടിയത്. നാലാം തീയതി മുതൽ ഭാര്യ അൽപ്പനയെ കാണാനില്ലെന്ന പരാതിയുമായാണ് ഭർത്താവ് സോണി അയർക്കുന്നം പോലീസിനെ സമീപിച്ചത്. 16-ാം തീയതിയാണ് പരാതി നൽകിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും വിവരങ്ങൾ നൽകാൻ എത്തണമെന്ന് സോണിയോട് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പിന്നീട് എത്താതെ വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത്. പോലീസ് അന്വേഷിക്കുമ്പോൾ ഇയാൾ ഇവരുടെ 2 മക്കൾക്കൊപ്പം ട്രെയിൻ മാർഗം സഞ്ചരിക്കുകയായിരുന്നു. അതിനിടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 14-ന് രാവിലെ സോണി ഇളപ്പാനി ജംഗ്ഷന് സമീപത്തുകൂടി ഭാര്യയ്ക്കൊപ്പം നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ സോണി മാത്രമാണ് തിരികെ പോകുന്നതായി ദൃശ്യത്തിലുള്ളത്. ഇതാണ് പോലീസിന് സംശയം തോന്നാൻ കാരണം. ഇതേ തുടർന്ന് റെയിൽവേ പോലീസാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സോണിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഭാര്യയെ കൊന്നതായി ഇയാൾ മൊഴി നൽകി. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമായത്. നിർമ്മാണ തൊഴിലാളിയായ സോണി ഭാര്യയ്ക്കൊപ്പം അയർക്കുന്നത്തായിരുന്നു താമസം. ഇയാൾ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു വീടിന് സമീപം മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നായിരുന്നു മൊഴി. ഈ വീടിന്റെ മുൻപിലെ മുറ്റം ലെവൽ ചെയ്യാനാണ് വീട്ടുകാർ സോണിയെ വിളിച്ചത്. മറ്റാരും ഈ വീട്ടിലില്ലായിരുന്നു. ഭാര്യയും സോണിക്കൊപ്പം സഹായത്തിനായി പോകാറുണ്ട്. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഇതിനിടെ പ്രതി ഭാര്യ അൽപ്പനയെ തലക്കടിച്ചു കൊന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അയർക്കുന്നം എളപ്പാനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തി. ഇളപ്പുങ്കൽ ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്നാണ് മൃതദേഹം കുഴിച്ചു മൂടിയത്. മൃതദേഹം അഴുകിയ അവസ്ഥയിലായിരുന്നു. ആഴം കുറഞ്ഞ കുഴിയിലായിരുന്നു മൃതദേഹം. അതുകൊണ്ട് തന്നെ പോലീസ് പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തിയപ്പോൾ പുറത്തേക്ക് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. കൊലപാതകം നടത്തിയ രീതിയടക്കം ഇയാൾ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കോട്ടയം.